Today we are discussing about products and quotients of derivatives. എങ്ങനെ നമുക്ക് പ്രോഡക്ട്സ് അതായത് ടു ഫങ്ഷൻസിൻ്റെ പ്രോഡക്റ്റ് രണ്ട് ഫങ്ഷൻസ് പ്രോഡക്റ്റ് ആയിട്ട് തന്നു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് വാട്ട് ഈസ് ഡി ബൈ ഡി എക്സ് ഓഫ് ജി ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ആൻഡ് കോഷ്യൻസ് ആയിട്ട് തന്നു കഴിഞ്ഞാൽ വാട്ട് ഈസ് ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ്. അതാണ് നമ്മളിവിടെ ഇന്ന് അനലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ജസ്റ്റ് നൊട്ടേറ്റ് ചെയ്യുന്ന പോലെ പറയുന്ന പോലെ തന്നെ ഇതാ ടു ഡിഫറൻഷിയേറ്റ് എ പ്രോഡക്റ്റ് ഡിഫറൻഷിയേറ്റ് ഈച്ച് ഫാക്ടർ ഇൻ ടേൺ ആൻഡ് സം ദി റിസൾട്ട്സ്. അതായത് ഒരു ഭാഗം ഡിഫറൻഷിയേറ്റ് ചെയ്യുക, മറ്റേത് മൾട്ടിപ്ലൈ ചെയ്യുക, പ്ലസ് അടുത്ത ഭാഗം ഡിഫറൻഷിയേറ്റ് ചെയ്യുക, മറ്റേത് ഡിഫൈൻ ചെയ്യുന്ന അറിയാലോ. ഡിഫൈൻ ചെയ്യുന്ന എങ്ങനെ? വാട്ട് ഈസ് എഫ് ജി? ലെറ്റ് എഫ് ആൻഡ് ജി ബി ടു ഫങ്ഷൻസ്. വാട്ട് ഈസ് എഫ് ജി? എഫ് ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്. എഫ് ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്. ഇങ്ങനെയാണ് പ്രോഡക്റ്റ് ആക്ച്വലി ഡിഫൈൻ ചെയ്യുന്നത്. വാട്ട് ഈസ് എഫ് ബൈ ജി? കോഷ്യൻ. എഫ് ബൈ ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ്. എഫ് ബൈ ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് പ്രൊവൈഡിങ് ജി ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0. നമ്മൾ കുറേ തവണ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. 1/0 is not defined, undefined. എഫ് പ്ലസ് ജി ഡാഷ് ഓഫ് എക്സിന് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. എഫ് ഡാഷ് എക്സ് പ്ലസ് ജി ഡാഷ് എക്സ്. കെ എഫ് ഓൾ ഡാഷ് എക്സ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എഫ് ഡാഷ് എക്സ്. അതിനെക്കാട്ടും കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ റൂൾ. ഇതിൻ്റെ പ്രൂഫും നമുക്കിവിടെ പഠിക്കാനുണ്ട്. ലെറ്റ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആൻഡ് ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് ഈസ് എഫ് ജി ഡാഷ് ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് ജി ഡാഷ്. നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തു. എഫ് പ്ലസ് ജി ഡാഷിൻ്റെ ഒരു പ്രോബ്ലം ചെയ്തു. അതുപോലെ തന്നെ നമുക്ക് ഇതൊന്ന് നോക്കി നോക്കാം. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് ഈസ് എഫ് ജി ഓൾ ഡാഷ് ഈക്വൽ ടു എഫ് ഡാഷ് ജി ഡാഷ്. നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വാട്ട് ഈസ് എഫ്? എഫ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആൻഡ് ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ്. വാട്ട് ഈസ് എഫ് ഡാഷ്? എഫ് ഡാഷ് ഈസ് ഈക്വൽ ടു 2x. What is g dash? G dash is equal to 3x square. നമ്മൾ പോളിനോമിയലിൻ്റെ ഡിഫറൻഷിയേഷൻ. എഫ് ഡാഷ് എക്സ് ഈസ് ഈക്വൽ ടു 2x ആൻഡ് ജി ഡാഷ് എക്സ് ഈസ് ഈക്വൽ ടു 3x സ്ക്വയർ. ഇനി ലെഫ്റ്റ് പാർട്ട് നോക്കാം. എഫ് ഡാഷ് ഇൻറ്റു ജി ഡാഷ്. എഫ് ഡാഷ് ഇൻറ്റു ജി ഡാഷ് ഈസ് ഈക്വൽ ടു 2x ഇൻറ്റു 3x സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 6x ക്യൂബ്. 6x ക്യൂബ് എന്നാണ് ഈ പാർട്ട് വരുന്നത്. എഫ് ഡാഷ് ഇൻറ്റു ജി ഡാഷ് എന്ന പാർട്ട് വരുന്നത് 6x ക്യൂബ്. എഫ് ഡാഷ് ഇൻറ്റു ജി ഡാഷ് എന്ന പാർട്ട് വരുന്നത് 6x ക്യൂബാണ്. അതായത് ഒരു പാർട്ട് കിട്ടി. ഇനി നമുക്ക് എഫ് ജി ഓൾ ഡാഷ് കണ്ടുപിടിക്കാം. അതായത് പ്രോഡക്റ്റ് ഡയറക്റ്റ് ഫങ്ഷൻസ് ഡയറക്റ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. എക്സ് സ്ക്വയർ ഇൻറ്റു ജി എക്സ്, എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് ക്യൂബ് ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ദാറ്റ് ഈസ് എഫ് ജി. എന്നിട്ട് അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് ക്യൂബ് ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു 5. എക്സ് റേസ് ടു 5 എന്നാണ് അത് വരുന്നത്. എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് ക്യൂബ് ദാറ്റ് ഈസ് എക്സ് ക്യൂബ് എക്സ് റേസ് ടു 5. ഇനി എക്സ് റേസ് ടു 5ൻ്റെ ഡെറിവേറ്റീവ് ഇതും പോളിനോമിയൽ ഫംഗ്ഷനാണ്. ദാറ്റ് ഈസ് 5x റേസ് ടു 4. ഈസ് എഫ് ജി ഓൾ ഡാഷ് ഈക്വൽ ടു എഫ് ഡാഷ് ജി ഡാഷ്? നോ. എഫ് ഡാഷ് ജി ഡാഷ് ഓഫ് എക്സ് ഈസ് ആക്ച്വലി ഈക്വൽ ടു 6x ക്യൂബ് ആൻഡ് എഫ് ജി ഓൾ ഡാഷ് ഈസ് ഈക്വൽ ടു 5x റേസ് ടു 4. അപ്പോൾ ഈ റൂള്, പ്രോഡക്റ്റിൻ്റെ റൂള്, എഫ് ജി ഓൾ ഡാഷ് ഈസ് നോട്ട് ഈക്വൽ ടു എഫ് ഡാഷ് ജി ഡാഷ്. വാട്ട് ഈസ്, എങ്ങനെയാണ് നമുക്ക് പ്രോഡക്റ്റിൻ്റെ റൂള് കണ്ടുപിടിക്കുക? പ്രോഡക്റ്റ് റൂൾ. To differentiate a product f of x into g of x, differentiate each factor and multiply it by the other one and then add the two products. F g dash of x is equal to f of x into g dash of x plus f dash of x into g of x. F g dash of x, f g all dash of x is equal to ഒന്നിൻ്റെ പ്രോഡക്റ്റ് എടുക്കുക, മറ്റേതിനെ മൾട്ടിപ്ലൈ ചെയ്യുക, പ്ലസ് അടുത്തതിനെ പ്രോഡക്റ്റ് എടുക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക. ഓർ d by dx of uv is equal to u into dv by dx plus du by dx into v. d by dx of uv is equal to u into dv by dx plus du by dx into v. അതാണ് ആക്ച്വലി ഇവിടെ വരുന്നത്. നമുക്കിത് വെരിഫൈ ചെയ്ത് നോക്കാം. എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് എക്സാമ്പിൾ 1 നമ്മൾ എടുത്തില്ലേ, അത് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. നമുക്ക് എന്താണ് കിട്ടുന്നത്? എഫ് ജി ഓൾ ഡാഷ് ആണ്. എഫ് ജി ഓൾ ഡാഷ് ആണ് ആക്ച്വലി നമുക്ക് കിട്ടുന്നത്. എഫ് ജി ഓൾ ഡാഷ് ഓഫ് എക്സ് ഈസ് ഈക്വൽ എഫ് ജി ഓൾ ഡാഷ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 5x റേസ് ടു 4 ആണ് ആക്ച്വലി ഇവിടെ വരുന്നത്. നമ്മൾ നേരത്തെ കണ്ടു. ഇനി ഈ ഒരു ഇത് എഫ് ജി ഓൾ ഡാഷ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 5x റേസ് ടു 4 ആണ്. ഓൺ ദി അതർ ഹാൻഡ് നമ്മുടെ മെത്തേഡ് പ്രകാരം
ഇതാണ് നമ്മുടെ റൂള്. ഈ റൂള് പ്രകാരം എന്താ വരുന്നത് നോക്കാം. എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്. അതൊന്ന് കണ്ടു വെക്കാം. വാട്ട് ഈസ് എഫ് ഓഫ് എക്സ്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഹിയർ of x is equal to x square and g of x is equal to x cube. What is that? X square into d by dx of x cube, that is 3x square, plus 2x into d by dx of f of x into g of x, that is x cube. What will be that? That is equal to 5x raised to 4. Here 3x raised to 4 plus 2x raised to 4, that is equal to 5x raised to 4. So the product rule gives the right answer. So product rule correct ആയിട്ടുള്ള ആൻസർ തരുന്നു. ഈ റൂൾ പ്രകാരമാണ് 5x raised to 4 is equal to 5x raised to 4 കിട്ടുന്നു. So that we get that product rule, d by dx of uv is equal to u into dv by dx plus du by dx into v. അതാണ് ആക്ച്വലി കിട്ടുന്നത്. നമുക്ക് പവർ റൂൾ വേണേൽ എടുത്ത് നോക്കാം. x raised to m x raised to n. f of x is equal to x raised to m and g of x is equal to x raised to n. f of x is equal to x raised to m and g of x is equal to x raised to n, where m and n are natural numbers. നമുക്ക് പവർ റൂൾ പ്രകാരം നമുക്കറിയാം എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എം എക്സ് റേസ് ടു എം മൈനസ് വൺ ആൻഡ് ജി ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എൻ എക്സ് റേസ് ടു എൻ മൈനസ് വൺ. സോ ദാറ്റ് എഫ് ജി ഓൾ ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ്. എഫ് ജി ഓൾ ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്, ദാറ്റ് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു എം ഇൻറ്റു എൻ എക്സ് റേസ് ടു എൻ മൈനസ് വൺ പ്ലസ് എം ഇൻറ്റു എക്സ് റേസ് ടു എം മൈനസ് വൺ ഇൻറ്റു എക്സ് റേസ് ടു എൻ, ദാറ്റ് ഇസ് ഈക്വൽ ടു എൻ പ്ലസ് വൺ. എക്സിൻ്റെ എല്ലാ ടേമും ഒരുമിച്ച് എഴുതി, that is equal to x raised to m plus n minus 1. നമുക്ക് വേറൊരു മെത്തേഡ് എഫ് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു എം ഇൻറ്റു എക്സ് റേസ് ടു എൻ, ദാറ്റ് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു എം പ്ലസ് എൻ. എഫ് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു എം ഇൻറ്റു എക്സ് റേസ് ടു എൻ, ദാറ്റ് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു എം പ്ലസ് എൻ. ദെൻ ബൈ നമുക്കറിയാം പവർ റൂൾ പ്രകാരം എഫ് ജി ഡാഷ് ഓഫ് എക്സ് ദാറ്റ് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു എം പ്ലസ് വണ്ണിൻ്റെ ഡെറിവേറ്റീവ്, ദാറ്റ് ഇസ് ഈക്വൽ ടു എം പ്ലസ് എൻ ഇൻറ്റു എക്സ് raised to m plus n minus 1, m plus n into x raised to m plus n minus 1. അതാണ് ആക്ച്വലി ആൻസർ വരുന്നത്. നമുക്ക് പ്രോഡക്റ്റ് റൂളിൻ്റെ പ്രൂഫ് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഇതെടുക്കുന്നത് ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ വെച്ചിട്ടുള്ള രീതിയിലാണ് നമുക്കിത് പ്രൂവ് ചെയ്യാനുള്ളത്. പ്രോഡക്റ്റ് റൂളിൻ്റെ പ്രൂഫാണ്, ജിയോമെട്രിക്കലായിട്ടാണ് ഇത് പ്രൂവ് ചെയ്യുന്നത്. ജിയോമെട്രിക്കൽ പ്രൂഫാണ് നമ്മളിതിവിടെ ഫോളോ ചെയ്യുന്നത്. നമുക്കറിയാം ടു ഫൈൻഡ് എഫ് ജി ഡാഷ് ഓഫ് എക്സ് നോട്ട് വി ടേക്ക് ദ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻ ടു സീറോ. സെയിം പ്രൊസീജിയർ എഫ് ജി എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ജി ഇൻറ്റു എക്സ് നോട്ട് എഫ് ജി ഓഫ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. നമുക്കറിയാം നമ്മുടെ എഫ് ജിയുടെ ഡെഫിനേഷൻ പ്രകാരം ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻ ടു സീറോ നമ്മളതിന് മാറ്റുന്നു. എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ജി ഓഫ് എക്സ് നോട്ട് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ജി ഓഫ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. ഇനി നമുക്കിതിനെ മാറ്റണം. ഇതിനെ നമ്മൾ മാറ്റുന്നത് ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ വെച്ചിട്ടാണ് ഇത് ആക്ച്വലി മാറ്റുന്നത്. നമുക്ക് നോക്കി നോക്കാം. ലെങ്ത്തിൻ്റെ സൈഡ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ്. ലെങ്ത്തിൻ്റെ സൈഡ് ഈ ഡാർക്കൺ ചെയ്തിരിക്കുന്ന ഭാഗമാണ്. ഈ ഒരു ഭാഗം മാത്രമാണ് എഫ് ഓഫ് എക്സ് നോട്ട്. ഇതാണ് എഫ് ഓഫ് എക്സ് നോട്ട്. ഇത് മൊത്തത്തിൽ എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ്. ഈ ചെറിയൊരു പോർഷൻ എന്താണ്? ഇത് മൊത്തം എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ്. ഈ ഒരു ചെറിയൊരു ഭാഗം, ഇത്ര വരെ ഭാഗം മാത്രം എഫ് ഓഫ് എക്സ് നോട്ട്. ഈ ഒരു ചെറിയൊരു ഭാഗം എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട്.
അതായത് ഇത് മൊത്തം എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ്, ഈ ഒരു പാർട്ട് മാത്രം എഫ് ഓഫ് എക്സ് നോട്ട്. അപ്പോൾ ഈ ഒരു ചെറിയ ഡിഫറൻസ് പാർട്ട് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട്. ഇതാണ് ഈ ഒരു ചെറിയൊരു ഭാഗം. ഇനി അതേപോലെ തന്നെ വിട്ട് എടുക്കാം. ഇത് മൊത്തം നമ്മൾ എന്തെടുക്കുന്നു, ജി ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ്. ഈ ഒരു ഭാഗം മാത്രം എന്തെടുക്കുന്നു, ജി ഓഫ് എക്സ് നോട്ട്. ഇത് മൊത്തം ജി ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ്. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ജി ഓഫ് എക്സ് നോട്ട്. ഈ ഒരു ചെറിയൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് ജി ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് ജി ഓഫ് എക്സ് നോട്ട്. ഈ മൊത്തം ഭാഗം മൈനസ് ദിസ് ഭാഗം. അപ്പോൾ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ഈ ഒരു ഭാഗം. ഇനി എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് നോട്ട്, അതായത് ഇത് മൊത്തം ഇൻറ്റു ഇത് മൊത്തം എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ്. എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ്. അതാണെന്ത് ഏരിയ ഓഫ് ദി ടോട്ടൽ, ഈ മൊത്തം റെക്റ്റാങ്കിളിൻ്റെ ഏരിയ തന്നെ. എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ്. ഇനി ഡാർക്കൻ ചെയ്തതിൻ്റെ ഏരിയയോ, ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് നോട്ട് മൈനസ് ജി ഓഫ് എക്സ് നോട്ട്. എഫ് ഓഫ് എക്സ് നോട്ട് മൈനസ് ജി ഓഫ് എക്സ് നോട്ട്. ഈ ഡാർക്കൻ ചെയ്ത ഏരിയ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് നോട്ട് മൈനസ് ജി ഓഫ് എക്സ് നോട്ട്. അപ്പോൾ ടോട്ടൽ ഏരിയയിൽ നിന്ന് ടോട്ടൽ ഏരിയയിൽ നിന്ന് ഈ ഒരു ഏരിയ കുറയ്ക്കുന്നതാണല്ലോ നമ്മുടെ ഈ ഒരു എക്സ്പ്രഷൻ. നോക്കൂ, എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ്, ദിസ് ഇൻറ്റു ദിസ്, ദാറ്റ് ഈസ് ദ ഏരിയ ഓഫ് ടോട്ടൽ റെക്റ്റാങ്കിൾ മൈനസ് ദ ഏരിയ ഓഫ് ദി ഡാർക്കൻ റെക്റ്റാങ്കിൾ. ബാക്കി ഇത് സബ്ട്രാക്ട് ചെയ്യുന്നതാണ്. ബാക്കി വരുന്ന ഭാഗം ഏതാണ്, ഈ ഒരു ഭാഗം. ഈ ഒരു ഭാഗം വരുന്നു, ഈ ഒരു ഭാഗം വരുന്നു, ഈ ഒരു ഭാഗം വരുന്നു. അതേതാണ് ഭാഗം നോക്കും. The difference f of x naught plus delta x into g of x naught plus delta x minus f of x naught g of x naught is the area of the lighter region. ഈ ടോട്ടൽ ഏരിയയിൽ നിന്ന് ഈ ഡാർക്കൻഡ് ഏരിയ കുറയ്ക്കുന്നതല്ലേ ആക്ച്വലി ദിസ് എക്സ്പ്രഷൻ. ടോട്ടൽ ഏരിയയിൽ നിന്ന് ഡാർക്കൻഡ് ഏരിയ കുറയ്ക്കുന്നതാണ് ആക്ച്വലി ദിസ് എക്സ്പ്രഷൻ. അപ്പോൾ ഈ മൊത്തം ഏരിയ ആണ് മേലുള്ള ആക്ച്വൽ ഡിഫറൻസ്. ആ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 റെക്റ്റാങ്കിൾസ് ആണ്. ദിസ് റെക്റ്റാങ്കിൾ, ദിസ് റെക്റ്റാങ്കിൾ, ദിസ് റെക്റ്റാങ്കിൾ. ഇനി അതിൻ്റെ ഏരിയ നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഫസ്റ്റത്തെ ഈ ഏരിയ എന്ന് പറയുന്നത് എന്താണ്, ജി ഓഫ് എക്സ് നോട്ട്. ജി ഓഫ് എക്സ് നോട്ട്, ദിസ് ഈസ് ജി ഓഫ് എക്സ് നോട്ട്. ജി ഓഫ് എക്സ് നോട്ട് ഇൻറ്റു ദിസ് പാർട്ട്. ജി ഓഫ് എക്സ് നോട്ട് ഇൻറ്റു ദിസ് പാർട്ട്. ജി ഓഫ് എക്സ് നോട്ട് ദിസ് പാർട്ട് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട്. ജി ഓഫ് എക്സ് നോട്ട് ഇൻറ്റു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട്. ഇതാണ് ഈ ഒരു ഭാഗത്തിൻ്റെ ഏരിയ. ദാറ്റ് ഈസ് ദിസ് ആണ് അതിവിടെ എഴുതിയിരിക്കുന്നത്. ജി ഓഫ് എക്സ് നോട്ട് ഇൻറ്റു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട്. ആ ഒരു പാർട്ട് ഏരിയ. ഇനി അടുത്തൊരു ചെറിയൊരു പാർട്ടുണ്ട്, ഈ ഒരു ഏരിയ. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ദിസ് പാർട്ട് ഇൻറ്റു ദിസ് പാർട്ട്, ദിസ് ലെങ്ത് ഇൻറ്റു ദിസ് വിഡ്ത്ത്. ദിസ് ലെങ്ത് ഈസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് ജി ഓഫ് എക്സ് നോട്ട്. ദാറ്റ് ഈസ് ജി ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് നോട്ട് ഉണ്ട്. ഇനി ഈ ഒരു പാർട്ട്, ദിസ് പാർട്ട് will be equal to f of x naught plus delta x minus f of x naught. ഈ ഒരു വിഡ്ത്ത് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ആണ്. ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് ജി ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് ജി ഓഫ് എക്സ് നോട്ട് ആണ്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും പ്രോഡക്റ്റ് ആണ് അടുത്ത ഏരിയ. ഇനി ഈ ഏരിയ നമുക്ക് കിട്ടി, ദിസ് പാർട്ട്. ഈ ഏരിയ എന്ന് പറയുന്നത് ദിസ് പാർട്ട്. ഇനി ഈ ഒരു പാർട്ടും കൂടി കിട്ടും. ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത് എന്താണ്, ദിസ് പാർട്ട് ഇൻറ്റു ദിസ് പാർട്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട്. ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് നോട്ട് ആണ്. എഫ് ഓഫ് എക്സ് നോട്ട് ഇൻറ്റു ചെറിയൊരു ലെങ്ത്, ദാറ്റ് ഈസ് ജി ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് ജി ഓഫ് എക്സ് നോട്ട്. ഈ ഒരു പാർട്ട്. അപ്പോൾ ആ ഏരിയയും കിട്ടി. അപ്പോൾ നമ്മുടെ ഈ ഇക്വാലിറ്റി എന്ന് പറയുന്നത് ദിസ് മൈനസ് ദിസ് ഈസ് ഈക്വൽ ടു സം ഓഫ് ദീസ് 3 ഏരിയാസ്. ആ 3 ഏരിയാസ് നമ്മൾ സം ചെയ്യുന്നു. ഇത്രയും നമ്മൾ ഏരിയ സം ചെയ്തു. എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഇൻറ്റു ജി ഓഫ് എക്സ് നോട്ട് പ്ലസ് എഫ് ഓഫ് എക്സ് നോട്ട് g of x naught plus delta x minus g of x naught plus f of x naught plus delta x minus f of x naught into g of x naught plus delta x minus g of x naught. ഇത്രയും ഭാഗം നമ്മൾ ഏരിയ, അതായത് ഈ ഒരു ഭാഗം, ദിസ് ഡിഫറൻസ് ലാർജർ റെക്റ്റാങ്കിൾ മൈനസ് ഡാർക്കർ റെക്റ്റാങ്കിൾ ഈസ്, അതാണ് ഈ പാർട്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ ഒരു ഫോം നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമുക്ക് എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഈ ലിമിറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് ഉണ്ട്. ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്, ആ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സും കൂടി നമ്മൾ മാറ്റി എഴുതുന്നതാണ് ഇത് ആക്ച്വലി എഴുതുന്നത്. ബൈ ഡെൽറ്റ എക്സ് എല്ലാത്തിൻ്റെ അടിയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ബൈ ഡെൽറ്റ എക്സ് എല്ലാത്തിൻ്റെ അടിയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നു.
That is f of x naught plus delta x minus f of x naught by delta x into g of x naught first term by delta x plus f of x naught into g of x naught plus delta x minus g of x naught divided by delta x second term. At the third term f of x naught plus delta x minus f of x naught into g of x naught plus delta x minus g of x naught by delta x third term. നമുക്ക് എന്ത് ചെയ്യാം, ലിമിറ്റിൻ്റെ സം റൂളും കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ റൂളും ഓഫ് ലിമിറ്റ്സ് ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യാം. ഇനി ജി ഓഫ് എക്സ് നോട്ടാണ് ഇവിടെ, ഡെൽറ്റ വേരി ചെയ്യുന്നില്ല, കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ എഫ് ഓഫ് എക്സ് നോട്ട് കോൺസ്റ്റൻ്റ് ആണ്, എക്സ് നോട്ട് ഒരു പർട്ടിക്കുലർ വാല്യൂവിലാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഇത് പർട്ടിക്കുലർ വാല്യൂ അല്ല, ഇവിടെ ഡെൽറ്റ എക്സ് നമ്മൾ ടെൻഡ് ചെയ്യുന്നതാണ്, സീറോയിലേക്ക് ടെൻഡ് ചെയ്യേണ്ടതുകൊണ്ട് ഇത് പർട്ടിക്കുലർ വാല്യൂ അല്ല. ഇവിടെ ഇത് ഒരു കോൺസ്റ്റൻറ്റ് പർട്ടിക്കുലർ വാല്യൂ ആയി മാറുകയാണ്, ജി ഓഫ് എക്സ് നോട്ടും എഫ് ഓഫ് എക്സ് നോട്ടും. ഇനി നമുക്ക് പ്രോപ്പർട്ടീസിൻ്റെ അതിൻ്റെ റൂൾ വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. അത് വെച്ചിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇത് കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ റൂൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് നോട്ട് പുറത്ത് വരുന്നു, ലിമിറ്റ് എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ബൈ ഡെൽറ്റ എക്സ് പ്ലസ് കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ റൂൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നു. സം റൂൾ, ലിമിറ്റിൻ്റെ സം റൂൾ ഉപയോഗിച്ചിട്ട് ഇനി അതിൽ നിന്ന് തന്നെ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ റൂൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നു. എഫ് ഓഫ് എക്സ് നോട്ട് ഔട്ട് സൈഡ് വന്നു, ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻ ടു 0 ജി ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് ജി ഓഫ് എക്സ് നോട്ട് ബൈ ഡെൽറ്റ എക്സ് പ്ലസ് ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻ ടു 0. ഈ മൊത്തം ലിമിറ്റ് നമ്മൾ അപ്ലൈ ചെയ്യും, മൊത്തം ലിമിറ്റ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നു. നമുക്ക് എന്താ കിട്ടുക നോക്കിയേ. What we get actually, this is actually equal to എന്താണ് f dash of x naught ആണ്, the f dash of x naught, this is actually equal to g dash of x naught ആണ്. So the first two terms, ഈ രണ്ട് ടേം എന്താ, f dash of x naught, this is f dash of x naught, നമ്മുടെ ഡെറിവേറ്റീവിൻ്റെ ഡെഫിനിഷൻ പ്രകാരമുള്ള ഇതാണ് ഇവിടെ വരുന്നത്. that is f dash of x naught into g of x naught plus f of x naught into g dash of x naught. ഇതാണ് ആക്ച്വലി ഫസ്റ്റ് ടു പാർട്ട് വരിക. ഇനി തേർഡ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, തേർഡ് പാർട്ട് ഈസ് ആക്ച്വലി എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഇൻറ്റു ജി ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് ജി ഓഫ് എക്സ് നോട്ട്. ഇതാണ് തേർഡ് പാർട്ട് എന്ന് പറഞ്ഞത്. ആക്ച്വലി ദിസ് ഈസ് ദി തേർഡ് പാർട്ട്. ഇനി നമുക്ക് ആ തേർഡ് പാർട്ടിനെ നമുക്ക് എന്താക്കാം, മാറ്റി എഴുതാം. ദാറ്റ് ഈസ് തേർഡ് പാർട്ടിനെ നമ്മൾ ഇങ്ങനെ മാറ്റി എഴുതി, ഇതാണ്ടില്ലേ തേർഡ് പാർട്ടിന് ഏതാ, ബൈ ഡെൽറ്റ എക്സ് ആണ്, ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻ ടു 0 എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് ഇൻറ്റു ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻ ടു 0 ജി ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് ജി ഓഫ് എക്സ് നോട്ട്. നമുക്ക് എന്ത് ചെയ്യാം, കണ്ടിന്യൂറ്റി, ജി കണ്ടിന്യൂസ് ആണ്, കണ്ടിന്യൂസ് ആയതുകൊണ്ടാണ് നമുക്ക് ഡെറിവേറ്റീവ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്. കണ്ടിന്യൂറ്റീൻ്റെ അപ്ലൈ ചെയ്യുമ്പോൾ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻ ടു 0 ജി ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ആക്ച്വലി എങ്ങോട്ട് പോകും, ജി ഓഫ് എക്സ്, ദിസ് ടേം വിൽ ഗോ ടു ജി ഓഫ് എക്സ് നോട്ട് ബൈ കണ്ടിന്യൂറ്റി ഓഫ് ജി, ദെൻ ദിസ് വിൽ ഈക്വൽ ടു 0. ദിസ് ഈസ് ആക്ച്വലി എഫ് ഡാഷ് എക്സ് നോട്ട്. അപ്പോൾ തേർഡ് ടേം എന്ന് പറഞ്ഞാൽ ആക്ച്വലി 0 ആവും. ദെൻ വി ഗെറ്റ് ദ ഡെറിവേറ്റീവ് വിൽ ബി എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ഇൻറ്റു ജി ഓഫ് എക്സ് നോട്ട് പ്ലസ് എഫ് ഓഫ് എക്സ് നോട്ട് ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ് നോട്ട്. അങ്ങനെ നമുക്ക് ആക്ച്വലി അത് കിട്ടുന്നത്. അല്ലെങ്കിൽ തേർഡ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്മോൾ ഏരിയ ആണ്, ഇതാണ് തേർഡ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ തേർഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഈ സ്മോൾ ഏരിയ ആണ്. ഇത് ആക്ച്വലി ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, വളരെ സീറോയിലേക്ക് അടുക്കുന്ന ഒരു നമ്പറാണ്. ഡെൽറ്റ എക്സ് സീറോയിലേക്ക് അടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്മോൾ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ആക്ച്വലി സീറോയിലേക്ക് അടുക്കണം. അതുകൊണ്ടാണ് നമ്മൾ ആ തേർഡ് പാർട്ട് സീറോയിലേക്ക് പോകുന്നത്. ഇനി ഡെഫിനേഷൻ വെച്ചിട്ടാണ് ആക്ച്വലി എന്ത് പറയുന്നത്, ഡെഫിനേഷൻ ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് ജി വെച്ചിട്ടാണ്. കണ്ടിന്യൂറ്റി ഓഫ് ജി വെച്ചിട്ട് ഈ ടേം എന്ന് പറയുന്നത് എങ്ങോട്ട് പോകും, ജി ഓഫ് എക്സ് നോട്ട്, ദിസ് വിൽ ഗോസ് ടു 0. അങ്ങനെയാണ് ആക്ച്വലി ഈ ഒരു ഇത് കിട്ടുന്നത്. അങ്ങനെയാണ് പ്രോഡക്റ്റ് റൂളിൻ്റെ പ്രൂഫ്. അതായത് വലിയ ടേം, അതായത് നമ്മുടെ ഡെറിവേറ്റീവിൻ്റെ ഡെഫിനിഷൻ, ബൈ ദി ഡെഫിനിഷൻ ഓഫ് ഡെറിവേറ്റീവ് വി ജസ്റ്റ് കാൽക്കുലേറ്റ് ദിസ് ലിമിറ്റ്, ദെൻ ദി നോമിനേറ്റഡ് ടേം. ദ നോമിനേറ്റഡ് ടേം വിൽ ബി ദ ലാർജർ റെക്റ്റാങ്കിൾ ഏരിയ മൈനസ് ദി ഡാർക്കർ റെക്റ്റാങ്കിൾ ഏരിയ. അതിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് ആക്ച്വലി എങ്ങോട്ടേക്ക് എത്തിക്കുന്നത്, ഈ ഒരു ടേം, ദാറ്റ് ഈസ് എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ഇൻറ്റു ജി ഓഫ് എക്സ് നോട്ട് പ്ലസ് എഫ് ഓഫ് എക്സ് നോട്ട് ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ് നോട്ട്. ദാറ്റ് വിൽ പ്രൂവ് ദി product rule. And using the product rule, differentiate x square plus 2x minus 1 into x cube minus 4x square. Which is okay, check. First in the d by dx of first function
into second function plus d by dx of second function into first function. D by dx of x square plus 2x minus 1 by dx into this function plus first function into d by dx of this function. This is a polynomial function, so നമുക്ക് easily define ചെയ്യാൻ പറ്റും. That is 2x plus 2 into x cube minus 4x square plus x square plus 2x minus 1 into 3x square minus 8x. That will be, നമുക്ക് സം ചെയ്ത് കഴിഞ്ഞാൽ പ്രോഡക്റ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ final answer will be x raised 5x raised to 4 minus 8x cube minus 27x square plus 8x. അത് കിട്ടി. That is the answer. ഇനി നമ്മൾ അല്ലാതെ തന്നെ നോക്കുക, അല്ലാതെ തന്നെ പ്രോഡക്റ്റ് എടുത്ത് നോക്കൂ. പ്രോഡക്റ്റ് എടുത്ത് നോക്കുമ്പോൾ എന്ത് വരും? ജസ്റ്റ് ഇതിൻ്റെ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കും. പ്രോഡക്റ്റ് എടുക്കുക, ജസ്റ്റ് 2 ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ് എടുത്തിട്ട് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞിട്ട് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ആക്ച്വൽ ആൻസർ ഇതിൻ്റെ ഡെറിവേറ്റീവ്, ഈ പോളിനോമിയലിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ ആക്ച്വൽ ആൻസർ ഇത് തന്നെ കിട്ടുന്നു. അങ്ങനെയാണ് ആൻസർ കിട്ടുന്നു. അടുത്തൊരു പ്രോബ്ലം കൂടി നോക്കാം. ഡിഫറൻഷിയേറ്റ് എക്സ് റേസ് ടു 3/2 ബൈ റൈറ്റിംഗ് എക്സ് റേസ് ടു 3/2 is equal to x into root x. What is root x? Root x is actually x raised to 1/2. x into x raised to 1/2. d by dx of x raised to 3/2 is actually equal to d by dx of x into root x. That is d by dx of x into root x plus x into d by dx of root x. Product rule apply ചെയ്യുന്നു. d by dx of x is actually 1 polynomial. d by dx of root x is actually 1/2 root x. So root x plus x into 1/2 root x, that is equal to root x plus 1/2 root x, that is equal to 3/2 root x. That is 3/2 into x raised to 1/2. ഈ പ്രോഡക്റ്റ് എടുക്കുക, ജസ്റ്റ് പ്രോഡക്റ്റ് അല്ലാതെ എക്സ് റേസ് ടു 3/2 അല്ലാതെ തന്നെ എടുത്തു കഴിഞ്ഞാൽ 3/2 into x raised to 1/2 പവർ റൂൾ വെച്ചിട്ട്. സോ ഇങ്ങനെയാണ് ആക്ച്വലി പ്രോഡക്റ്റ് റൂളും അതിൻ്റെ പ്രോബ്ലംസും വരുന്നത്.